ഫേസ്ബുക്കിൽ ഫോട്ടോ കണ്ടില്ലെങ്കിൽ അപ്പടെ പരാതിയാണ്. എവിടെ മന്ത്രിയെ കാണാനില്ലല്ലോ, അല്ലെങ്കിൽ ഇന്ന MLA കാണാനില്ലല്ലോ. ഇനി ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഫോട്ടോ ഷൂട്ടാണെന്ന് വാദിക്കുന്ന ചിലർ. എന്തിനേയും ഏതിനെയും ആയുധമാക്കാൻ ശ്രമിക്കുന്ന കുറേ പേർ നമ്മുടെ നാട്ടിലുണ്ട് അല്ലേ? ഉറപ്പായിട്ടും അതിനകത്ത് ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ അല്ലെങ്കിൽ മൂന്ന് പേരുള്ള BJP എന്നോ ഒന്നും വ്യത്യാസമൊന്നുമില്ല. ഈ ചെകുത്താൻ്റെയും കടലിൻ്റെ നടുക്കാണ് പല മന്ത്രിമാരും MLA മാരും ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഇത് കാലവർഷ കർക്കിടക മാസമാണ്. സ്വാഭാവികമായിട്ടും കർക്കിടക മാസത്തിൽ മഴ ഉണ്ടാകാറുണ്ട്. 2018 ശേഷം കേരളത്തിൽ വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കം ഉണ്ടാകും. 2018 വെള്ളപ്പൊക്കവുമായിട്ട് ഇതിനെ ഉപയോഗിക്കാൻ കഴിയില്ല, കാരണം നാശനഷ്ടങ്ങളുടെ കണക്കുകൊണ്ടല്ല. മരണ റേറ്റ് നോക്കുകയാണെങ്കിൽ 11-14 പേരെന്തോമാണ് ഇത്തവണ മരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ 400 പരം ആളുകൾ മരണപ്പെട്ടു. എങ്കിൽ പോലും റാന്നി പോലെയൊക്കെയുള്ള മേഖലകളിലൊക്കെ വലിയ ദുരിതം ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് പമ്പാ നദിയുടെ തീരങ്ങളിൽ വലിയ ദുരിതം ഉണ്ടാകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ആദ്യം പറഞ്ഞു മുന്നറിയിപ്പില്ലാതെ ഡാം തുറന്നു വിട്ടതുകൊണ്ടാണ്. അപ്പോൾ ഇന്നലെ കൃത്യമായി എനിക്ക് തോന്നുന്നു ഏഷ്യാനിലാണ് ഏതോ ഒരു ചാനലിൽ ഒരു ചർച്ചയിൽ റാന്നിയിൽ 25 വർഷക്കാലം MLA ആയിരുന്ന രാജു എബ്രഹാമും ഇപ്പോഴത്തെ MLA പഴകുളം മധുവൊക്കെ പങ്കെടുത്തൊരു ചർച്ചയിൽ CPM-ൻ്റെ പ്രതിനിധിയായി പങ്കെടുത്ത രാജു എബ്രഹാം പറയുകയാണ് ഡാം മുന്നറിയിപ്പില്ലാതെ തുറന്നു. പഴകുളം മധു അതിനെ കൃത്യമായി ഖണ്ഡിക്കുന്നുണ്ട്. വെള്ളപ്പൊക്കം ഉണ്ടായതിൻ്റെ പിറ്റേ ദിവസവും ഡാം തുറന്നു. അവിടെ വെള്ളം പൊങ്ങിയില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുകൊണ്ടല്ല, പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നവീകരണത്തിന് വേണ്ടി പൊളിച്ചിട്ടിരുന്ന ഒരു ഡാമിൻ്റെ ഷട്ടറുകൾ പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല. അതിലൂടെ ഒഴുകിയെത്തിയ വെള്ളമുണ്ട്, പെയ്ത വെള്ളമുണ്ട്. ഒപ്പം തന്നെ ഈ 2018 പ്രളയത്തിന് ശേഷം ഇവർ റൂം ഫോർ റിവർ പദ്ധതി പഠിക്കാൻ വേണ്ടി പലയിടങ്ങളിൽ പോയെങ്കിലും അതൊന്നും നടപ്പിലാക്കിയിട്ടില്ല. പമ്പാ നദിയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മണലും ചെളിയും മരങ്ങളും കല്ലും നീക്കം ചെയ്താൽ തന്നെ ഈ വെള്ളം കൃത്യമായി ഒഴുകി പോകാനുള്ള സാഹചര്യമുണ്ട്. ഇതിനുള്ള ഒരു നടപടിയും പോയ കാലത്ത് സർക്കാർ നടത്തിയിരുന്നില്ല എന്നുള്ളതാണ്. ഇതിനെ ഇന്നലെ മുഖ്യമന്ത്രി അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് മണലും ചെളിയും നീക്കാനുള്ള സാഹചര്യം, അതിന് വേണ്ടുന്ന കാര്യങ്ങളിലേക്ക് ഇനി വരുന്ന മാസങ്ങളിൽ നമ്മൾ പോവുകയാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണ്? കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലെല്ലാം കണ്ടു ഈ പ്രശ്നബാധിത പ്രദേശങ്ങളിലെ MLA-മാർ പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം വള്ളത്തിലൊക്കെ പോയിട്ട് ആളുകളെ വിളിച്ചുകൊണ്ട് വരുന്നതും രക്ഷാപ്രവർത്തനം നടത്തുന്നതും നമ്മൾ കണ്ടു. അബിൻ വർക്കി എന്ന് പറയുന്ന യുവ MLA. അപ്പോൾ ഞാൻ കണ്ടൊരു ട്രോളാണ്, ഒരു ക്യാമറാമാനും അബിൻ വർക്കിയും വള്ളം തുഴയുന്ന ആളൊരു വള്ളത്തിൽ, ഈ ക്യാമറാമാനെയും അബിൻ വർക്കിയും മാറി നിന്നതെങ്കിൽ കുറച്ച് പേരെ കൂടെ കൊണ്ടുവരാമായിരുന്നു. ഒരു വള്ളത്തിലൊരു സാധാരണക്കാരൻ പോയിട്ട് ജനങ്ങളെ അവിടുന്ന് റെസ്ക്യൂ ചെയ്യുമ്പോൾ അവർക്കൊരു വിശ്വാസ്യത കുറവുണ്ടാവും അല്ലേ? പക്ഷേ നാടിൻ്റെ ജനപ്രതിനിധി പലരും മാറാൻ തയ്യാറല്ല. ഇപ്പോൾ PC വിശ്വാസം പലർക്ക് നാണക്കേടാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോകുന്നത്. ദുരിതാശ്വാസ ക്യാമ്പിൽ പോയില്ലെങ്കിൽ പോലും ഇവരുടെ ബന്ധുവീടുകളിൽ പോകണമെങ്കിൽ ഈ വെള്ളം താണ്ടണ്ടേ? അപ്പോൾ ഒരു MLA നേരിട്ട് എന്ന് വിളിച്ചാൽ സ്വാഭാവികമായിട്ടും ഈ പറയപ്പെടുന്ന ആളുകൾ ഇറങ്ങി വരും. അതെ, ഈ ചാനൽ ക്യാമറകളെയും റിപ്പോർട്ടറെയും എങ്ങനെയാണ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുക? ഇന്നലെ നമ്മൾ പാണക്കാട് ഒരു മണ്ണിടിച്ചിൽ കണ്ടു. അപ്പോൾ പാണക്കാട്ടെ മണ്ണിടിച്ചിൽ എന്ന് പറഞ്ഞാൽ എടുത്ത് നിർത്തിയിരുന്ന മണ്ണാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒലിച്ചു വരികയാണ്. കൈരളി TV-യുടെ ക്യാമറമാൻ ചെളിയിൽ നിന്ന് ക്യാമറയുമായി പൊങ്ങി വരുന്ന ദൃശ്യങ്ങൾ നമ്മളെല്ലാവരും കണ്ടല്ലേ? അത്രയും വലിയൊരു ദുരന്തമുണ്ടാകും, ജീവൻ നഷ്ടപ്പെടുമെന്ന സ്ഥലത്തിൽ പോലും, ആ സ്ഥലത്ത് പോലും ലൈവില് സ്റ്റുഡിയോയിലിരിക്കുന്ന അവതാരിക, മാധ്യമപ്രവർത്തക ആ റിപ്പോർട്ടറോട് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. അയാൾ ജീവനും കയ്യിലെടുത്ത് ഓടിക്കൊണ്ടിരിക്കുമ്പോഴും റിപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നൊരു നിലപാടിലേക്കാണ്. എന്നിട്ട് ഇതെന്തോ മറ്റേ IPL ഗോൾ അടിച്ചപ്പോൾ ഞങ്ങൾക്ക് മാത്രം ആ വിഷ്വൽ കിട്ടി എന്ന് പറയുന്ന സന്തോഷത്തിലാണ് ഇവരിതിനെ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും മാധ്യമപ്രവർത്തകർ, ജനപ്രതിനിധികളുടെ അടുത്തേക്ക് ചിലർ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെല്ലും. ഈ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ ഞാൻ ഞെട്ടിപ്പോയത്, ഈ പോലീസിനും ഫയർഫോഴ്സിനും ഒന്നും അവിടേക്ക് എത്തിപ്പെടുന്നതിന് മുമ്പ് അവിടുത്തെ ദൃശ്യങ്ങൾ ഇവിടുത്തെ മാധ്യമങ്ങൾ നൽകി തുടങ്ങി. ഇപ്പോൾ പലപ്പോഴും നമ്മൾ ട്രോള് കണ്ടിട്ടുണ്ട്, ഈ മലയുടെ മുകളിൽ പാലക്കാടുള്ള ഒരാൾ കയറിയിരുന്നൊരു സാധനം നമുക്കറിയാം. അപ്പോൾ തൊട്ടപ്പുറത്തെ മലയിൽ ഇരുന്നുകൊണ്ട് ഒരു റിപ്പോർട്ട് ചെയ്യുന്ന ട്രോളും കോമഡിയന്മാരും ഒക്കെ കോമഡിയാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫയർഫോഴ്സിന് കിട്ടുന്ന ട്രെയിനിങ്ങിനേക്കാൾ കൂടുതൽ ട്രെയിനിങ് സ്വകാര്യ ഇടങ്ങളിൽ പോയി ഈ മാധ്യമപ്രവർത്തകർ ചെയ്യുന്ന ഒരു സാഹചര്യം ഇന്നത്തെ മാധ്യമ സംസ്കാരത്തിൽ വന്നിട്ടുണ്ട്. ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുക്കാണ് ഇവിടുത്തെ ജനപ്രതിനിധികൾ ഇന്ന് ജീവിക്കുന്നത്. അവരൊരു പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. ഇപ്പോൾ പഴകുളം മധു എന്ന് പറയുന്ന MLA റാന്നിയിൽ വെള്ളം ഇറങ്ങിയതിന് ശേഷം റാന്നിയിലെ ടൗൺ വൃത്തിയാക്കുന്ന ഒരു വിഷ്വൽസ് നമ്മൾ കണ്ടു. അദ്ദേഹം മാസ്ക് വെച്ചിട്ടുണ്ട്, ലുങ്കിയാണ് എടുത്തിരിക്കുന്നത്, ടീഷർട്ടാണ്. അപ്പോൾ മാധ്യമപ്രവർത്തകർ ഇദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ ഇത് വൃത്തിയാക്കിക്കൊണ്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നാലുള്ള ഗുണം എന്താ? ഒരു MLA നേരിട്ട് ഇറങ്ങിയെങ്കിൽ അതിനുവേണ്ടി അവിടുത്തെ ജനങ്ങൾ മുഴുവൻ അറ്റ്ലീസ്റ്റ് ആ പാർട്ടി പ്രവർത്തകരെങ്കിലും ഇറങ്ങി വരും ഇല്ലേ? അപ്പോൾ അതിന് ഒരുപാട് പോസിറ്റീവ് ഘടകങ്ങളുണ്ട്. എന്നാൽ ഇത് പബ്ലിസിറ്റി മാത്രമാണ് എന്ന് ചിന്തിക്കുന്നിടത്താണ് പ്രശ്നം. ഇനി ഏതെങ്കിലും ഒരു MLA-യോ ഏതെങ്കിലും ഒരു നേതാവോ രഹസ്യമായി ഇതിനെയൊക്കെ ചെയ്യാണെന്ന് വെച്ചു. ഇപ്പോൾ VD സതീശൻ അന്നത്തെ ദിവസം ഫുഡ് കഴിക്കാൻ പോയതും അമ്മയപ്പനെ കാണാൻ പോയതും ഒക്കെ ചർച്ച ചെയ്തു.
അന്ന് വി ഡി സതീശനൊപ്പം ഉണ്ടായിരുന്ന ആൾ, വി ഡി സതീശന്റെ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന അദ്ദേഹത്തിന്റെ കൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ ഇദ്ദേഹം വാഹനത്തിൽ ഇരുന്നുകൊണ്ട് ഈ കളക്ടറെ വിളിക്കുന്നതും ഒക്കെ റീലാക്കി ഇട്ടിരുന്നെങ്കിൽ അദ്ദേഹം ഇടപെട്ട കാര്യങ്ങൾ ജനങ്ങൾക്കും ബാക്കിയുള്ളവർക്കും മനസ്സിലായേനെ. അതിന് ഔചിത്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഔചിത്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. പക്ഷേ വി ഡി സതീശൻ ഒന്നും ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഇത് ചെയ്യാൻ അവർ നിർബന്ധിതരാകുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ അദ്ദേഹം വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ആരെയൊക്കെ വിളിക്കുന്നത് ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് റീലാക്കി ഇടേണ്ടുന്ന സാഹചര്യത്തിലേക്ക് പോകണം. അപ്പോൾ ചെകുത്താന്റെയും കടലിന്റെ നടുക്ക് നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്. ഇനി ഇതൊരു ദുരന്ത മുഖത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇത് രാഷ്ട്രീയം കാണാനുള്ള സാഹചര്യമല്ല. ഞാൻ ഈ നേരത്തെ പറഞ്ഞ രാജു എബ്രഹാമും ഈ പറയപ്പെടുന്ന പഴകുളം മധുവും പങ്കെടുത്ത ചർച്ചയെ പറ്റി പറയുമ്പോൾ പഴകുളം മധു എന്ന് പറയുന്ന ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു MLA ആണ് അല്ലെ. അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് ദുരന്തത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുമ്പോൾ ഈ രാജു എബ്രഹാമിന്റെ മുഖത്ത് വിളയുന്ന എക്സ്പ്രഷൻസ് ഒന്ന് കണ്ടു നോക്കണം ആ ചർച്ചയിൽ. ഈ പുള്ളി ഇദ്ദേഹം പറയുന്നതിനെയൊക്കെ വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ട് മ്ലേച്ഛമായ തരത്തിലുള്ള കോപ്രായങ്ങൾ കാട്ടിക്കൊണ്ടാണ് ആ ചർച്ചയിൽ ഇരിക്കുന്നത്. എന്തിനാണതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവരെല്ലാം ഇപ്പോൾ സർക്കാരിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൽ 2 മാസക്കാലം മാത്രം പ്രായമുള്ള ഒരു സർക്കാർ, ആ സർക്കാർ അതിന് വേണ്ടുന്ന സംവിധാനങ്ങളെല്ലാം ഒരുക്കുന്നു. ഇനി ഈ ദുരന്തത്തെ പർവ്വതീകരിച്ച് ഇതെന്തോ നാഷണൽ ഡിസാസ്റ്റർ ആണ് എന്ന തരത്തിലേക്ക് ചിത്രീകരിച്ചുകൊണ്ടാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. പാനിക്കാക്കുകയാണ് ജനത്തെ. നമ്മൾ മനസ്സിലാക്കണം, പാനിക്കാക്കുക. വെള്ളം കയറിയിട്ടുണ്ട്, ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്, ഭക്ഷണം ഈ പറയപ്പെടുന്ന ഭക്ഷണത്തിന് വേണ്ടി കരുതി വെച്ചവയൊക്കെ ഒലിച്ചു പോയിട്ടുണ്ട്, കന്നുകാലികൾ ചത്തൊടുങ്ങിയിട്ടുണ്ട്, ഉപജീവന മാർഗ്ഗങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ കണ്ടതാണ് ഒരു 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 കർഷകൻ തൻ്റെ 10 പശുക്കളെ രക്ഷപ്പെടുത്താൻ പറ്റാതെ പൊട്ടിക്കരയുന്നത് നമ്മൾ കണ്ടാണ്. ഇന്ന് ആ വീട്ടിൽ ബിന്ദു കൃഷിയുടെ നേതൃത്വത്തിൽ 5 or 6 പശുക്കളെയൊക്കെ എത്തിക്കുന്ന പരിപാടി നടന്നു. അപ്പോൾ സർക്കാർ ഈ നഷ്ടം സംഭവിച്ചതിനൊക്കെ കൃത്യമായി പ്രതിവിധി കണ്ടെത്തുന്നുണ്ട്, ഇവർക്ക് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. വേറൊരു ചർച്ചയിൽ ഞാൻ കണ്ടതാണ്, ഈ മാധ്യമ ചർച്ചയിൽ ഞാൻ കണ്ടതാണ്, ആദ്യം പറഞ്ഞ കണക്കല്ല രണ്ടാമത് പറഞ്ഞ കണക്കാണ്. സ്വാഭാവികമായും ഒരു ഏരിയയിൽ വെള്ളം കയറുന്നു, അവിടുന്ന് ആളുകളെ റെസ്ക്യൂ ചെയ്ത് ക്യാമ്പിലേക്കാണ് മാറ്റുക. ഈ ക്യാമ്പിൽ എത്തിയതിനു ശേഷം ഇപ്പം ഞാൻ താമസിക്കുന്നത് കടവന്ത്രയിലാണ്, നമ്മളുടെ ഓഫീസ് ആലുവയിൽ നിൽക്കുന്നു. ആലുവയിൽ നാളെ വെള്ളം കയറിയെന്നിരിക്കട്ടെ, സ്വാഭാവികമായും ഇവിടുന്ന് ആളുകൾ വന്ന് നമ്മുടെ സ്റ്റാഫുകളെ റെസ്ക്യൂ ചെയ്താൽ അവരൊരു ക്യാമ്പിലേക്ക് മാറ്റും. എനിക്ക് വേണമെങ്കിൽ ഇവരെ ആ ക്യാമ്പിൽ നിന്ന് വിളിച്ച് എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചൂടെ? അതുപോലെയാണ് ഈ ആളുകളെല്ലാം അവരുടെ വീടുകളുടെയും ബന്ധുക്കളുടെയൊക്കെ വീടുകളിലേക്ക് മാറി താമസിക്കും. അപ്പൊ ഈ കണക്കുകളിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ സർക്കാരിന് വ്യക്തത ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇന്ന് വരുന്ന ആളുകളല്ല നാളെ വരിക. ആരും ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയാൻ ആഗ്രഹിക്കുന്നൊന്നുമില്ല, ഇത് എൻജോയ് ചെയ്യാനൊന്നും ആഗ്രഹിക്കുന്നൊന്നുമില്ല. ഇനി PC വിശ്വനാഥ് എന്ന് പറയുന്ന മന്ത്രി, അദ്ദേഹം കൊല്ലത്ത് നിന്നുള്ള MLA ആണ്, കൊല്ലത്തുകാരാണ് ഒക്കെയാണ്. പക്ഷേ സർക്കാർ മന്ത്രിമാർക്ക് ഓരോ ജില്ലാടിസ്ഥാനത്തിൽ ഉത്തരവാദിത്തങ്ങൾ കൊടുത്തപ്പോൾ പത്തനംതിട്ട ജില്ലയുടെ ഉത്തരവാദിത്തമാണ് PC വിശ്വനാഥിന് കൊടുത്തത്. ഈ പത്തനംതിട്ടയിലെ കോന്നി, റാന്നി, ഈ പറയപ്പെടുന്ന നമ്മുടെ അബിൻ വർക്കിയുടെ അമ്പലപ്പുഴ, ആറന്മുള, ഈ 3 മണ്ഡലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നബാധിത പ്രദേശങ്ങളായി നിൽക്കുന്നത്. ഈ 3 മണ്ഡലങ്ങളിലും സജീവമായി PC വിശ്വനാഥ് ഉണ്ട്. PC വിശ്വനാഥ് ചെയ്യുന്നത് എന്താണ്? അവിടെ നിന്ന് കളക്ടർമാരുടെ ഭാഗത്ത് നിന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടുന്ന കൃത്യമായ റിപ്പോർട്ടുകൾ മാധ്യമങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. കൃത്യമായി ഈ ഡിസാസ്റ്ററിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നു. അദ്ദേഹം അവിടെ ഓഫീസിൽ വന്ന് രാത്രികാലങ്ങളിലും വർക്ക് ചെയ്യാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഫോട്ടോ എടുത്തും റീലെടുത്തും പുറത്തുവിട്ടാൽ പുള്ളി ഫോട്ടോ എടുക്കാൻ വന്നതാണ്. ഇത് ഈ സമയത്ത് സോഷ്യൽ മീഡിയയുടെ ഉപയോഗം വളരെ അനിവാര്യമായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആളുകൾ മുൻകരുതൽ എടുക്കണം. പക്ഷെ മാധ്യമങ്ങൾ ചെയ്യുന്ന പോലെ പാനിക് ആക്കുകയല്ല ചെയ്യുക. ഈ ഇന്നലെ മലപ്പുറത്ത് കടന്ന ഈ പാണക്കാട് കടന്ന ഈ മണ്ണിടിഞ്ഞു. അവിടെ ആ മാധ്യമ പ്രവർത്തകരും അവരുടെ കൂട്ടം കൂടി നിൽക്കുമ്പോഴാണ് അതിനൊരു ഭയാനകമായൊരു വിഷ്വൽസ് നമുക്ക് കിട്ടിയത്. പക്ഷേ അവിടെ സ്വാഭാവികമായി സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് നടന്നത്. കാര്യം, ഒരു പ്രോപ്പർട്ടി ചരിഞ്ഞു നിൽക്കുന്ന ഒരു ചെറിയ മലഞ്ചെരുവിലുള്ള ഒരു പ്രോപ്പർട്ടി, ആ പ്രോപ്പർട്ടിയിൽ നിന്ന് മണ്ണെടുത്ത് മാറ്റി അവിടെ കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടി ആ കെട്ടിട ഉടമ അല്ല ആ സ്ഥലത്തിൻ്റെ ഉടമ പെർമിഷൻ എടുത്തിരുന്നു. അതിപ്പോഴല്ല കേട്ടോ, ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പാണ്. ജൂൺ മാസത്തോടുകൂടി അവരുടെ മണ്ണെടുക്കാനുള്ള കാലാവധി അവസാനിച്ചു. ജിയോളജി വകുപ്പിൻ്റെയും കോർപ്പറേഷൻ്റെയും കാലാവധി അവസാനിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും മണ്ണ് പകുതി എടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലത്ത് മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന വെള്ളം താഴ്ന്നിട്ട് ആ മണ്ണ് കുതിർന്ന് ഇടിഞ്ഞു വരാനുള്ള സാഹചര്യമുണ്ട്. അത് ഇടിഞ്ഞ് റോഡിലേക്ക് വന്നു. അവിടെ ആളപായം ഉണ്ടായിട്ടില്ല, വേറെ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആ ബിൽഡിംഗ് ഉടമ ചുറ്റും ചെയ്തു വെച്ചിരുന്ന ഷീറ്റ് കൊണ്ട് മറച്ച ഭിത്തി മാത്രമാണ് തകർന്ന് ഇത് പുറത്തേക്ക് വരുന്നത്. ഇത് വയനാട് ലാൻഡ് സ്ലൈഡിങ്ങിനോടൊക്കെയാണ് ഉപമിക്കുന്നത്. ഞാൻ പറയാൻ മനസ്സിലാവുന്നത് ഇതൊക്കെ സ്വാഭാവികമായി സംഭവിക്കാവുന്ന ഒന്നാണ്. ഒഴിവാക്കപ്പെടേണ്ടവയാണോ എന്ന് ചോദിച്ചാൽ ഒഴിവാക്കപ്പെടേണ്ടതാണ്. കാലാവധി കഴിഞ്ഞ് നിൽക്കുന്ന മഴക്കാലത്ത് ബാക്കി മണ്ണെടുക്കാൻ ആ ബിൽഡിംഗ് ആ ലാൻഡ് ഓണറെ കൊണ്ട് സാധിക്കുമോ? ഇല്ല. ഇന്നത്തെ കാലത്ത് വസ്തുക്കളിൽ നിന്ന് മണ്ണെടുക്കാനും ഇനി വയൽഭൂമിയാണെങ്കിൽ അത് ടാക്സ് അടച്ച് പുതുക്കി നികത്താനും ഈ നാട്ടിൽ പെർമിഷൻ കൊടുത്ത ആരാ? ഇടതുപക്ഷ സർക്കാരാ.
നമ്മൾ മനസ്സിലാക്കണം, ഇടതുപക്ഷ സർക്കാരാണ് കൊടുത്തത്. പണ്ട് ഇത് ഭയങ്കര പാടായിരുന്നു, മണ്ണെടുപ്പും ഫില്ലിങ്ങും ഒക്കെ വലിയ പാടായിരുന്നു. സർക്കാർ വർക്കുകൾക്ക് പോലും ഒരു പഞ്ചായത്ത് റോഡ് വെട്ടുന്നതുമായി ബന്ധപ്പെട്ട് മണ്ണെടുത്ത് മാറ്റാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടാലാണ് പെർമിഷൻ കിട്ടിക്കൊണ്ടിരുന്നതെന്ന് അറിയും. അപ്പോൾ അതിനെ ഭയങ്കര ലിബറലാക്കാൻ, അത് പൊതുജനത്തിന് ഒരുപാട് ഉപകാരം ചെയ്തെങ്കിൽ ചില മാഫിയകൾക്കും അത് സഹായകമായി മാറി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെയൊക്കെ പർവ്വതീകരിച്ച് കാണിച്ച് പാണക്കാട് മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു. ഈ വാർത്ത കേൾക്കുമ്പോൾ എന്തോ പാണക്കാട് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന പാണക്കാട് ഫാമിലിയാണ്. അവിടെ അവരുടെ വീടെന്തോ മുങ്ങിപ്പോയ തരത്തിലാണ് ഈ പറയപ്പെടുന്ന വാർത്തകൾ വരുന്നത്. അപ്പോൾ മാധ്യമങ്ങൾ വാർത്തകളെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പല ഗിമിക്കുകൾ കാണിക്കുന്നത്. ഇനി ഫോട്ടോഷൂട്ട് ഇഷ്ടപ്പെടാത്ത ആരുമില്ല, ശരിയല്ലേ? ഒരു റീലിന് 3-4 ലക്ഷം രൂപ കൊടുത്ത മന്ത്രി ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. മന്ത്രി ഉണ്ടായിരുന്നു. ആ മന്ത്രിക്ക് ഒരു ബന്ധുക്കാരൻ്റെ പേരിട്ടായിരുന്നു ഇവിടുത്തെ ആളുകൾ കളിയാക്കി വിളിച്ചുകൊണ്ടിരുന്നത്. മുഖ്യമന്ത്രിയുടെ PR ടീമിന് വേണ്ടി ലക്ഷങ്ങളും കോടികളും മുടക്കിയ നാടാണിത്. ഈ നാട്ടിൽ കടം കയറി നിൽക്കുമ്പോഴും കഴിഞ്ഞ ഇലക്ഷൻ ടൈമിൽ ഞങ്ങളല്ലാതെ മറ്റാരും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡ് വെച്ച ടീമാണ്. ഇവരാണ് വിമർശിക്കുന്നത് ഈ പറയപ്പെടുന്ന രക്ഷാപ്രവർത്തനങ്ങളും. ഇതൊരു മോട്ടിവേഷനാണ്, സീരിയസ്ലി ഇതൊരു മോട്ടിവേഷനാണ്. ഒരു ജനപ്രതിനിധി ഒരു കാര്യം ചെയ്യുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന് വോട്ട് ചെയ്ത ജനങ്ങൾ, ചെറുപ്പക്കാർ അവിടേക്ക് ഇറങ്ങി വരാനുള്ള മോട്ടിവേഷനാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചാണ്ടി ഉമ്മൻ്റെ വീഡിയോകൾ, അഭിനർക്കയുടെ വീഡിയോകളൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ, നമ്മുടെ അടുത്തെങ്ങാണ് ഇതുപോലെ പ്രശ്നം ഉണ്ടായത്, നമുക്ക് പോകണം എന്നൊരു ഒരു തോന്നലുണ്ടാവുകയാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഇവരെ വിമർശിക്കുന്നു, ഫോട്ടോഷോപ്പാണ്, അതല്ലെങ്കിൽ ചെയ്തില്ലെങ്കിൽ ഇവരെ ആരും രംഗത്തില്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ പ്രളയത്തെ അതിജീവിക്കാൻ എളുപ്പമാണ്, ഇവിടെ ഉണ്ടാകുന്ന ദുരന്തങ്ങളെ അതിജീവിക്കാൻ എളുപ്പമാണ്, ഇതൊക്കെയാണ്. പക്ഷെ പ്രതിപക്ഷത്തെ പ്രളയത്തെ അതിജീവിക്കുന്നതിനേക്കാൾ 100 മടങ്ങ് ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ പ്രതിപക്ഷത്തെ അതിജീവിക്കാൻ എന്നുള്ളത്. ജനങ്ങളോട് പറയാനുള്ളത് ഈ തെറ്റിദ്ധാരണ ആര് പരത്തിയാലും, അത് ഭരണപക്ഷം പരത്തിയാലും ഇടതുപക്ഷം പരത്തിയാലും. ഇന്നലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു, പ്രളയക്കെടുതി മാത്രമല്ല ഭരണക്കെടുതിയും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. എന്തായാലും അവരൊക്കെ തിരുവനന്തപുരം കോർപ്പറേഷനിലൊക്കെ നന്നായി ഭരിക്കുന്നുണ്ടല്ലോ, അത് മാത്രം ഉള്ളൂ ഒരു സന്തോഷം. കേന്ദ്രത്തിലും അവർ നന്നായി ഭരിക്കുന്നു എന്നൊരു സന്തോഷം മാത്രമേ ഉള്ളൂ. ദുരന്തം വന്നു, പ്രശ്നങ്ങളുണ്ടായി. ഇനി PD സതീശൻ സർക്കാർ ചെയ്യേണ്ടത് ഈ ദുരന്തം ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടുന്ന സജ്ജീകരണങ്ങൾ ഒരുക്കുക, പുഴയ്ക്ക് ഭംഗിയായി ഒഴുകാനുള്ള ഇടമുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അത് PD സതീശൻ സർക്കാർ ചെയ്യുക തന്നെ ചെയ്യും. കേരളത്തിലെ MLA മാരോട്, പഞ്ചായത്ത് മെമ്പർമാരോട്, പഞ്ചായത്ത് പ്രസിഡന്റുമാരോട്, മന്ത്രിമാരോട് പറയാനുള്ളത്, നിങ്ങൾ എന്ത് ചെയ്താലും അത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക തന്നെ വേണം. അത് ജനങ്ങൾക്കൊരു മോട്ടിവേഷനാണ്. നമ്മുടെ അയൽവക്കക്കാരന് നമ്മുടെ നാട്ടിലൊരു ദുരന്തമുണ്ടാകുമ്പോൾ സഹായഹസ്തങ്ങളുമായി ഇറങ്ങാനുള്ള ഒരു പ്രചോദനം തന്നെയാണ്. അത് ചെയ്യുക തന്നെ വേണം.